നമസ്കാരം. വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ്. ഡൗ ജോൺസ് 0.61%, S&P 500 0.54%, നാസ്ഡാക്ക് 0.65% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കൻ മാർക്കറ്റ് ഒരു റേറ്റ് കട്ട് ഹോപ്പ് ഉണ്ടായിരുന്നു. നേരത്തെ 29% ഉണ്ടായിരുന്നു, ഇപ്പൊ 85% റേറ്റ് കട്ടിനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നിയമിക്കപ്പെടാൻ പോകുന്നത് ഫെഡിന്റെ ചെയർമാനായിട്ട് വരുന്നത് കെവിൻ ഹാസറ്റ് ആണ്. അദ്ദേഹം ട്രംപിന്റെ അടുത്ത അനുയായിയാണ്. ഏറ്റവും കൂടുതൽ റേറ്റ് കട്ട് വേണമെന്ന് പറയുന്നതിൽ ഒരാളാണ്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം നൽകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എ ബബിൾസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. കമ്പനിയുടെ റിസൾട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്, അതായത് ചൈനയിലൊക്കെ എ റിലേറ്റഡ് കമ്പനികളെല്ലാം ഏതാണ്ട് ലോസിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അങ്ങോട്ട് എക്ക് എത്രമാത്രം വളരാൻ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് കമ്പനിയുടെ റിസൾട്ടിൽ അത് എത്രമാത്രം റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം വന്ന GDP ഡേറ്റ ഫാബുലസ് ഡേറ്റയാണ്. 8.2 ആണ് പറയുന്നത്. പലരും 7.5 7.8 വരെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും അതിനെയൊക്കെ മറിച്ച് വെക്കുന്ന തരത്തിലുള്ള ഒരു GDP ഡേറ്റയാണ് പുറത്തു വിട്ടേക്കുന്നത്. ഈ അമേരിക്കയുടെ താരിഫിന് ഉള്ള സമയത്ത് പോലും ഇത്രയും GDP വളർച്ച കാഴ്ചവെക്കാൻ പറ്റുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് പലരും പറയുന്നത്. ഏതാണ്ട് അമേരിക്കയിലുള്ള എക്സ്പോർട്ട് 50% കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പകരം മാർക്കറ്റുകൾ കണ്ടെത്തി എന്നുള്ളത് വളരെയധികം പോസിറ്റീവാണ്. ജെംസ്, അതുപോലെ ജൂവലറി, ഓട്ടോ കമ്പോണൻസിനൊക്കെ പകരം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പെർസെന്റേജ് പ്രതീക്ഷിച്ചത്രയും വീഴ്ച ഇന്ത്യൻ എക്സ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കും പോസിറ്റീവ് ന്യൂസുകളുണ്ട്. വരുന്ന Q2 റിസൾട്ട്, മൊത്തത്തിൽ ഉള്ള കമ്പനികളുടെ Q2 റിസൾട്ട് മികച്ചതായിരുന്നെങ്കിലും അതിനും കുറച്ചുകൂടെ മികച്ച രീതിയിൽ Q3 Q4 റിസൾട്ട് വരുമെന്നാണ് പറയുന്നത്. FY27 15% ഒക്കെയാണ് പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ കണക്കാക്കുന്നത്. ഇതൊക്കെ വരുന്നത് വളരെയധികം പോസിറ്റീവാണ്. എങ്കിൽ പോലും ഇന്ത്യയുടെ കറൻസി വീക്ക് ആകുന്നത് മറ്റൊരു കൺസേൺ ആണ്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ, ചൈനയുടെ PMI ഡേറ്റ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് വരും. അവർ ഇന്ത്യയുടെ PMI, യൂറോപ്പ്, UK, US PMI അടക്കം ഇന്ന് വരാനുണ്ട്. മറ്റൊന്ന് ഇന്ത്യയുടെ ഓട്ടോ സെയിൽസിന്റെ ഡേറ്റ ഇന്ന് മാർക്കറ്റ് അവേഴ്സ് വരും. മറ്റൊന്ന് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ ഇന്ന് വരും. ഈ ആഴ്ച RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ട്. അവിടെ ഒരു റേറ്റ് കട്ട് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. FIസിന്റെ പൊസിഷൻ നോക്കിയാൽ ഏതാണ്ട് 81% ഷോർട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. പ്രൊപ്പറേറ്ററി 63% ഷോർട്ട് പൊസിഷനാണ് നിൽക്കുന്നത്. എന്നാൽ ക്ലൈന്റ് ലോങ് ആണ്, 62% ലോങ്ങിലാണ് നിൽക്കുന്നത്. ഗവൺമെന്റിന്റെ ഫിക്സഡ് ഡെഫിസിറ്റ് 52.6% എത്തിയിട്ടുണ്ട്. ക്യാപെക്സ് ഏതാണ്ട് 32% വർദ്ധിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അദാനി ഏതാണ്ട് $5 ബില്യൺ ഡാറ്റാ സെന്റർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. HDFC ബാങ്കിന് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ടിൽ ചെറിയ വീഴ്ച വരുത്തിയതിന് 91 lakhs RBI പിഴയിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്റ്റോക്ക് റിലേറ്റഡ് ന്യൂസ്. IPO ഏതാണ്ട് റെക്കോർഡ് ഹൈയിലേക്ക് വരികയാണ്. IPO മൂലം കമ്പനികൾ പണം കളക്ട് ചെയ്യുന്നത് 1.6 lakh crore വരികയാണ്. അപ്പോൾ മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കാൻ മാർക്കറ്റ് ഒരുപക്ഷെ